أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. السلام عليكم ورحمة الله وبركاته. എന്തൊക്കെയുണ്ട് കുട്ടികളെ, നിങ്ങളെയൊക്കെ വർത്തമാനം? സുഖല്ലേ? എല്ലാവർക്കും സന്തോഷമല്ലേ? മാഷാ അല്ലാഹ്. 2ാം ക്ലാസ്സിൽ ഖുർആൻ ഓതാൻ, ഖുർആൻ പഠിക്കാൻ ഇരിക്കുന്ന നല്ല കുട്ടികളാണ് നിങ്ങൾ. മാഷാ അല്ലാഹ്. എല്ലാവരും കഴിഞ്ഞ ദിവസം ഓതി തന്നത് ഓതി നോക്കിയില്ലേ? ഉസ്താദുമാർക്ക് നിങ്ങൾ അയച്ചു കൊടുത്തോ? ഓതിയിട്ട് അയച്ചു കൊടുത്തോ? എല്ലാവരും അയച്ചു കൊടുത്തു അല്ലേ? അൽഹംദുലില്ലാഹ്, നല്ല കുട്ടികളാണ്. ഓരോ ദിവസവും നമ്മൾ പഠിക്കുന്നത് കുറച്ച് ഭാഗം ഉണ്ടാവുക, 2ഓ 3ഓ ആയത്ത് അല്ലെങ്കിൽ കുറച്ച് ഭാഗം. അത് ആ ദിവസം തന്നെ ശരിക്കും ഓതി പഠിച്ച് വീട്ടിൽ ഓതിക്കൊടുത്ത് വളരെ ക്ലിയറാക്കി ഉസ്താദുമാർക്ക് അയച്ചു കൊടുക്കുക കേട്ടോ. അൽഹംദുലില്ലാഹ്. അപ്പോൾ നമ്മൾ ഏത് സൂറത്തായിരുന്നു പഠിച്ചിരുന്നത്? ഫാത്തിഹ സൂറത്ത്. മാഷാ അല്ലാഹ്, സൂറത്തുൽ ഫാത്തിഹ. ഓക്കെ, സൂറത്തുൽ ഫാത്തിഹ 1ാം ക്ലാസ്സിൽ നിന്ന് തന്നെ നമ്മൾ കേട്ട് പഠിച്ചിട്ടുണ്ട് ഇല്ലേ? പഠിച്ചിട്ടുണ്ട്. 2ാം ക്ലാസ്സിലെത്തിയപ്പോഴോ ശരിക്കും ഒന്നുകൂടെ മുസ്ഹഫിൽ നോക്കി ഓതാൻ പഠിക്കുകയാണ് ഇപ്പോൾ. നല്ല കുട്ടികൾ അൽഹംദുലില്ലാഹ്. കഴിഞ്ഞ ദിവസം നമ്മൾ എത്ര ആയത്തുകളാണ് നമ്മൾ ഓതിയത്? എത്ര ആയത്തുകൾ? 5 ആയത്തുകൾ അല്ലേ? 5 ആയത്തുകൾ. ആ 5 ആയത്തുകളും നിങ്ങൾ ശരിക്കും ഓതിയില്ലേ? ഓതി. നിങ്ങളൊന്ന് മുസ്ഹഫ് എടുത്ത് എല്ലാവരും തുറന്നേ. എന്താണ്? എന്താ പറഞ്ഞേ? ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് പാട്ട് പാടി തരണമെന്നോ? ഇത് തിരക്കിടില്ലല്ലോ. കഴിഞ്ഞ വർഷം ഉസ്താദ് നിങ്ങൾക്ക് 1-2 പാട്ടുകൾ പാടി തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഇനിയിപ്പോഴും വേണോ പാട്ട്? ഇൻഷാ അല്ലാഹ് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പാടാം. ഇന്ന് നമ്മൾ 2 ആയത്തുകളാണ് ഓതുന്നത്, വെറും 2 ആയത്തുകൾ. അത് ഓതിയിട്ട് പാട്ട് പാടി തന്നാലോ? ഓതിയിട്ടാവും അല്ലേ? ഇൻഷാ അല്ലാഹ്. എന്നാൽ എല്ലാവരും മുസ്ഹഫ് എടുക്കൂ, എല്ലാവരും എടുത്തോളൂ. വേഗം തുറക്കൂ. ശരി, ഉസ്താദ് ഓതി തരാം കുറച്ച് ഭാഗം. എന്നിട്ട് നിങ്ങൾ കൂടെ ഓതി, പിന്നെ ബാക്കി നിങ്ങൾ ഉസ്താദ് പറയുമ്പോൾ അതുപോലെ ഓതണം കേട്ടോ. നല്ല കുട്ടികൾ കണ്ടോ, ഉസ്താദ് ഓതിത്തരാം എന്ന് പറഞ്ഞപ്പോഴേക്ക് വിരൽ വെച്ചു. എവിടെ? ബിസ്മിയിൽ അല്ലേ? മാഷാ അല്ലാഹ്. തുടങ്ങട്ടെ എന്നാല്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ബാക്കി നിങ്ങൾ ഒതുക്കേ. യെസ്, ഉഷാറായിട്ടുണ്ട്. എങ്ങനെയായിരുന്നു ഓതിയത്?
ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇല്ലേ? നല്ല കുട്ടികൾ. എന്നാ മുസ്ഹഫ് ഒന്ന് അടച്ചു വെക്കൂ. പൂട്ടി വെക്കൂ. ഓക്കെ. നമ്മള് ഇന്നലെ സ്ക്രീനിൽ നോക്കിയിട്ട് കുറേ വായിച്ചിരുന്നില്ലേ? ഇല്ലേ? ഇന്നും അതുപോലെ നമുക്ക് കുറച്ച് വായിക്കാം. എല്ലാവരും ശ്രദ്ധിക്കൂലേ? എന്നാ ഒന്ന് നോക്കിയേ. ഇത് നിങ്ങളൊന്ന് വായിച്ചേ. എങ്ങനെ? അല്ലാഹ്. ആദ്യത്തേത് സീനാണോ? സീനല്ല, പിന്നെ ഏതാ? സ്വാദ്. കറക്റ്റ്. അങ്ങനെ തന്നെ. കുറച്ചൊന്ന് ശബ്ദം കൂട്ടി. യെസ്. സിറാത്തല്ലദീന. കറക്റ്റ്. എങ്ങനെ? എല്ലാവരും ഒന്ന് ഉച്ചത്ത് വെച്ച്. സിറാത്തല്ലദീന. സിറാത്തല്ലദീന. സ്ക്രീനിലേക്ക് നോക്കാം കേട്ടോ. ഇതോ? എങ്ങനെ? കറക്റ്റ്. അലൈഹിം. ഓക്കെ. അലൈഹിം എന്നല്ല, അല്ല. ആദ്യത്തെ അക്ഷരം ഏതാണ്? ഐൻ. അലൈഹിം. പറയൂ. അലൈഹിം. ഓക്കെ. ഇതോ? കഴിഞ്ഞ ക്ലാസ്സിലെ പോലെ തന്നെ കാണുന്നില്ലല്ലോ റബ്ബേ. കാണുന്നില്ലല്ലോ വായിക്കാന്. ഇപ്പൊ വരുമായിരിക്കും. സ്ക്രീനിൽ തന്നെ നോക്കിക്കോട്ടോ. ഇപ്പൊ വരും. വന്നു. ഓതു. എങ്ങനെയാ? ഗൈരിൽ മഗ്ദൂബി. അത് ശരിക്ക് മക്കളെ ശരിക്ക് ശ്രദ്ധിച്ചു വായിക്കേണ്ടതാണല്ലേ. മഗ്ദൂബി. അങ്ങനെയൊക്കെ വായിക്കണം. ഗൈരിൽ മഗ്ദൂബി. എങ്ങനെ? ഗൈരിൽ മഗ്ദൂബി. ഇന്നെന്താ ചില കുട്ടികൾക്കൊക്കെ എന്താ പറ്റിപ്പോയത്? ഒന്ന് എന്നെ നോക്കിയേ. എല്ലാവരും ചിരിച്ചേ. ഒരു പുഞ്ചിരിച്ചേ. കാണാനാണ് മക്കളെ. ചിരിക്കി. എല്ലാവരും. ചിലരൊക്കെ പല്ല് കാണുന്നുണ്ട്. പല്ല് തേച്ചിട്ടില്ല. എല്ലാവരും ബ്രഷ് ചെയ്തിട്ടില്ലേ? എല്ലാവരും ബ്രഷ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ബ്രഷ് ചെയ്യണം കേട്ടോ. ബ്രഷ് ചെയ്യുക, കുളിക്കുക, ഇതൊക്കെ എല്ലാം ഉണ്ട്. എല്ലാവരും ചെയ്യുന്നതാണ്. മാഷാ അല്ലാഹ്. നല്ല കുട്ടികൾ. ഓക്കെ. നല്ല കുട്ടികളാണ് നിങ്ങൾ കണ്ടോ. പറഞ്ഞതനുസരിക്കുന്ന നല്ല കുട്ടികൾ. 2ാം ക്ലാസ്സുകാർ. മാഷാ അല്ലാഹ്. എന്നാ ശരി, ഇനി സ്ക്രീനിലേക്ക് നോക്കിക്കോളൂ. എല്ലാവരും നോക്കൂ. എന്താണത്? മെല്ലെ ഓരോ അക്ഷരങ്ങൾ വായിച്ചു നോക്കൂ. ഇഹ്ദിനസ് സിറാത്ത. ആദ്യത്തെ അക്ഷരം ഏതാണ്? അലിഫാണല്ലേ. അതിന് കസ്റ എഴുതി കൊടുത്തിട്ടുണ്ടോ? കസ്റുണ്ടോ? ഇല്ല. മുകളിൽ പ്രത്യേക ഒരു അടയാളം കാണും. ഒരു സ്വാദില്ലേ, നമ്മളെ സ്വാദ്. അതിന്റെ ഒരു പകുതി ഭാഗം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ. കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ അതൊക്കെ നമ്മൾ ഇൻഷാ അല്ലാഹ് പഠിക്കും. ഇപ്പൊ നമുക്ക് അവിടെ ഓതേണ്ടത് എങ്ങനെയെന്ന് കേട്ടോ കേട്ടോ. ഇഹ്ദിനസ് സിറാത്ത. എങ്ങനെ? ഇഹ്ദിനസ് സിറാത്ത. അവസാനത്തെ അക്ഷരം ഏതായിരുന്നു? കറക്റ്റ്. അല്ലാതെ തായാണോ? അല്ലല്ല. ഓക്കെ. ഇനി ഇത് വായിക്കൂ. എങ്ങനെ? അതിന്റെ മേലെ നോക്കൂ. അല്ലേ? അതാണ് മദ്ദിന്റെ അടയാളം. ആ അടയാളം, ആ ചിഹ്നം വരുന്നിടത്തൊക്കെ കുറെ നീട്ടണം. നമ്മൾ വലദ്ദാലീൻ എന്നാ പറഞ്ഞത്? അല്ല. പിന്നെയോ വലദ്ദാലീൻ. കുറെ നീട്ടി അല്ലേ? അപ്പൊ ഒന്ന് ഒതുക്കിയോ കൂടെ.
എല്ലാവരും വേണം കേട്ടോ, എല്ലാവരും വേണം. ആ അങ്ങനെ തന്നെ, കറക്റ്റ്. അടുത്തിരിക്കുന്ന രക്ഷിതാക്കളെ, ഉമ്മാര് ഉപ്പാര് ആരാണ്, അവരൊന്ന് ഹെൽപ്പ് ചെയ്യണം കേട്ടോ, അവരെ ആ അക്ഷരങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കാൻ. അത് വേണം വേണം. ഇതോ, ഇത് സിമ്പിളാ. എങ്ങനെ? അൻഅംത, 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 അൻഅംത. ഓക്കെ, ഇതോ, ഇത് കഴിഞ്ഞു. ഇതും കൂടെ ഉള്ളൂ, ഇതും കൂടെ ഉള്ളൂ. മുസ്തഖീം, മുസ്തഖീം. ഓക്കെ. അപ്പൊ നിങ്ങൾ വളരെ നല്ല കുട്ടികളായി സ്ക്രീനിൽ കണ്ട എല്ലാം നിങ്ങൾ വായിച്ചു അല്ലേ? വായിച്ചില്ലേ? ഇനി എല്ലാവരും മുസ്ഹഫ് എടുക്കൂ, തുറക്കൂ, എല്ലാവരും എടുത്തോളൂ. പുതിയ കിതാബില്ലേ? വേണ്ട, എടുത്തില്ലേ? തജ്വീദുൽ ഖുർആൻ, ഫാത്തിഹ എടുത്തോ? സൂറത്ത് എടുത്തോ? എല്ലാവരും കണ്ടോ? ഇനി രക്ഷിതാക്കൾ അടുത്തുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണേ. ഉസ്താദ് ഇവിടുന്ന് ഓരോ കലിമത്തുകൾ പറയും, അത് കുട്ടികൾ മുസ്ഹഫിൽ വിരൽ വെച്ച് കാണിച്ചു തരണം. ഉസ്താദ് ഇവിടുന്ന് പറയുന്ന കലിമത്തുകൾ കുട്ടികൾ മുസ്ഹഫിൽ വിരൽ വെച്ച് കാണിച്ചു തരണം. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഹെൽപ്പ് ചെയ്താൽ മതി. ആദ്യം തന്നെ നിങ്ങൾ ആ കലിമത്തിൽ പോയിട്ട് വിരൽ വെക്കൊന്നും വേണ്ട കേട്ടോ, അവർ കാണും ഇൻഷാ അല്ലാഹ്. മക്കളെ എല്ലാവരും ഇങ്ങോട്ട് നോക്കൂ, ഇങ്ങോട്ട് നോക്കൂ. തുറന്നില്ലേ? തുറന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ ഓതിയ ആയത്തിന്റെ ബാക്കി ഭാഗം അല്ലേ? എല്ലാവരും ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഉസ്താദ് പറയുന്ന ആ കലിമത്തിൽ നിങ്ങൾ വിരൽ വെക്കണം. അലൈഹിം, അലൈഹിം. ഒന്ന് തിരഞ്ഞു നോക്കി, ഇന്ന് നമ്മൾ ഓതാനുള്ള ഭാഗത്ത് അലൈഹിം എന്നുണ്ടോന്ന്? കണ്ടോ എല്ലാവരും? അലൈഹിം. രണ്ടെണ്ണം ഉണ്ട്. മാഷാ അല്ലാഹ്, നല്ല കുട്ടികളാണ് നിങ്ങള് അല്ലേ? അലൈഹിം എന്ന് 2 തവണ വന്നിട്ടുണ്ട്. സൂപ്പർ കുട്ടികൾ, മാഷാ അല്ലാഹ്. വേറൊന്ന് പറയട്ടെ, ഗൈരി, ഗൈരി. കണ്ട ആളുകൾ പെട്ടെന്ന് വിരൽ നോക്കണം. ഗൈരി. കണ്ടോ? റെഡി 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 റെഡി. നോക്കൂ. ഇനി ഞാൻ ഒരു കലിമത്ത് പറയും. ഞാൻ 5 വരെ എണ്ണും. ആ എണ്ണുന്നതിന്റെ ഉള്ളിൽ അത്രയും വേഗം നിങ്ങൾ കണ്ടെത്തണം കേട്ടോ. ഞാൻ 5 വരെ എണ്ണുള്ളൂ. അപ്പോഴേക്കും നിങ്ങൾ കാണണം. മുസ്ഹഫിലേക്ക് തന്നെ നോക്കിക്കോളൂ. ഇപ്പൊ പറയുന്നു അൻഅംത, അൻഅംത, അൻഅംത. 1 2 3. ഇപ്പോൾ തന്നെ കണ്ടു കുറെ കുട്ടികളെ. 3 വരെ എണ്ണിയപ്പോഴേക്ക് തന്നെ കണ്ടു അല്ലേ? മാഷാ അല്ലാഹ്. 4ഉം 5ഉം ഒന്നും എണ്ണേണ്ടി വന്നില്ല. എല്ലാവരുടെയും വിരൽ അൻഅംത എന്നതിലല്ലേ? അല്ലേ? രക്ഷിതാക്കളൊന്ന് ഉറപ്പുവരുത്തണേ. ഓക്കെ, ഒന്നുകൂടെ പറയട്ടെ, ഒന്നുകൂടെ എന്നിട്ട് നമുക്ക് ഓതണം. പറയട്ടോ. സിറാത്തല്ലദീന, സിറാത്തല്ലദീന. കണ്ടു ഇത്ര പെട്ടെന്ന് കണ്ടുപിടിച്ചു. 1 2 എണ്ണുമ്പോഴേക്ക് കുട്ടികൾ കണ്ടുപിടിച്ചു. നിങ്ങൾ നല്ല കുട്ടികൾ, സൂപ്പർ മക്കള്. സൂറത്തുൽ ഫാത്തിഹ
അതാ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സൂറത്തുൽ ഫാത്തിഹ പരിശുദ്ധ ഖുർആനിലെ മക്കളെ, പരിശുദ്ധ ഖുർആനിലെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു എത്ര സൂറത്തുകൾ? 114. കറക്റ്റ്. 114 സൂറത്തുകളിൽ ഏറ്റവും മഹത്വമുള്ള സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. തെറ്റുകൂടാതെ ശരിക്ക് ഓതി പഠിക്കണം അല്ലേ? ഇനി ഞാൻ ആ പാട്ട് പാടാം. നിങ്ങള് ഉസ്താദ് പറഞ്ഞതൊക്കെ കേട്ടിട്ടുണ്ട്, ഉസ്താദ് കാണിച്ചു തന്നൊക്കെ വായിച്ചിട്ടുണ്ട്. അപ്പൊ നല്ല കുട്ടികളായിട്ടാണ് നിങ്ങൾ ഇരിക്കുന്നത്. നല്ല കുട്ടികളാകുമ്പോൾ അവർക്ക് പാട്ട് പാടി കൊടുക്കണം, കഥ പറഞ്ഞു കൊടുക്കണം, ഇല്ലേ? വേണം. ഏറ്റവും മഹത്വമുള്ള സൂറ ഫാത്തിഹ, എല്ലാവരും പഠിച്ചിടേണ്ടതാണ് ഫാത്തിഹ. ഏറ്റവും മഹത്വമുള്ള സൂറ ഫാത്തിഹ, എല്ലാവരും പഠിച്ചിടേണ്ടതാണ് ഫാത്തിഹ. ഒരു തെറ്റുമേ വരാതെ ഓതണം നീ ഫാത്തിഹ, ഓത്തിന്റെ നിയമം ഒത്തുവേണം നിന്റെ ഫാത്തിഹ. അല്ലാഹുവിന്റെ പോരിശക്കലാം ഖുർആൻ, അത് മാനവർക്ക് മാർഗദർശിയാണു തിബിയാൻ. നല്ല കുട്ടികളായതുകൊണ്ട് ഒരു പാട്ട് പാടിത്തന്നു. ഓക്കെ, മുസ്ഹഫ് തുറന്നോളൂ. തുറന്നു വെച്ചിട്ടുണ്ടല്ലേ? ഓക്കെ. ഇനി ഉസ്താദ് ഓതുന്നു, നിങ്ങളത് ശ്രദ്ധിച്ച് കേൾക്കുന്നു, വീണ്ടും ഓതുന്നു, വീണ്ടും ശ്രദ്ധിച്ച് കേൾക്കുന്നു. പിന്നെ ഉസ്താദ് ഓതുമ്പോൾ നിങ്ങൾ ഓതാൻ പറയുന്നു, നിങ്ങൾ ഓതുന്നു, പിന്നെ നമ്മൾ ഓതുന്നു. ഓക്കെ. എല്ലാവരും വിരല് വെക്കണം എന്ന് പറയണോ? വേണ്ടല്ലോ? വേണ്ട. ഓക്കെ, തുടങ്ങട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. എല്ലാവരും വെച്ചിട്ടില്ലേ വിരല്? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ഓദിക്ക മക്കള്. സാദ് പറഞ്ഞില്ലേ? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം. അതുവരെ കേട്ടോ. കുട്ടികളായതുകൊണ്ട് നിങ്ങൾക്ക് അവസാനം വരെ ചിലപ്പോൾ ശ്വാസം കിട്ടൂല. അപ്പൊ അതുവരെ ഓതി നിർത്തുക. ഒന്ന് കേട്ടോളൂ. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം. ഇല്ല, ഓതാനായിട്ടില്ല. ഉസ്താദ് ഇനി ഓതി തരും. ഉസ്താദ് ഓതുമ്പോൾ നിങ്ങൾ വിരല് അതിനനുസരിച്ച് വരണേ. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം. ഇനി ഉസ്താദ് പറഞ്ഞു തരുന്ന ഭാഗം കേട്ടോ. സിറാത്തൽ ലദീന ഓതു. അൻഅംത അലൈഹിം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ശ്വാസം കിട്ടൂല നിങ്ങൾക്ക്? 2ാം ക്ലാസ്സിലെ ചെറിയ കുട്ടികൾ അല്ല, 2ാം ക്ലാസ്സിലെ വലിയ കുട്ടികളില്ലേ? അപ്പൊ നിങ്ങൾക്ക് ശ്വാസമൊക്കെ കിട്ടും. നോക്ക പ്രയാസപ്പെടണ്ട കേട്ടോ. ഒന്ന് ഉസ്താദ് പോയി തരാം. ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ഇനി ഉസ്താദ് ഓതുന്നു കേട്ടോ. ഉസ്താദ് പറഞ്ഞു തരുന്ന അത്ര ഓതിയാൽ മതി. ഗൈറിൽ മഗ്ദൂബി
ഗൈരിൽ മഗ്ദൂബി മഗ്ദൂബി ضاد ഗൈരിൽ മഗ്ദൂബി വിരലെടുത്തു വിരലെടുക്കാൻ പാടില്ല. വിരല് വെക്കണം. ഉസ്താദ് ഓതുമ്പോ എവിടെയാണോ അവിടെ വെക്കണം വിരല്. ഗൈരിൽ മഗ്ദൂബി അലൈഹിം ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ 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 ഓദിക്കേ വലദ്ദാല്ലീൻ. അതെ, യെസ് ഓക്കെ. ഗൈരിൽ മഗ്ദൂബി അലൈഹിം ഓതു വലദ്ദാല്ലീൻ. ഇനി നമുക്ക് നോക്കി നോക്കട്ടോ മക്കളെ. എവിടുന്ന്? ഗൈരിൽ മഗ്ദൂബി തൊട്ട് അവസാനം വരെ. ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. അപ്പൊ ചില കുട്ടികൾക്കൊന്നും അവസാനം വരെ ഓതാൻ ശ്വാസം കിട്ടുന്നില്ല അല്ലേ? കാരണം എന്താണ്? വലദ്ദാല്ലീൻ കുറച്ച് കൂടുതൽ നീട്ടണം. അപ്പൊ എന്നാ ഒരു കാര്യം ചെയ്യാം, തൽക്കാലം നിങ്ങളെ ഇൻഷാ അല്ലാഹ് ഇപ്പൊ എന്ത് ചെയ്താൽ മതി? ഗൈരിൽ മഗ്ദൂബി അലൈഹിം അവിടെ നിർത്തുക. മനസ്സിലായോ? സിറാത്തല്ലദീന അൻഅംത അലൈഹിം അവിടെ നിർത്തിയില്ലേ? ഗൈരിൽ മഗ്ദൂബി അലൈഹിം നിർത്തന്നെ. അല്ലാതെ എന്താ ചെയ്യാ? നമുക്ക് ബാക്കി ഓതാൻ ശ്വാസം കിട്ടുന്നില്ലേ? ഏതൊരു ബാക്കി? വലദ്ദാല്ലീൻ. കാരണം വലദ്ദാല്ലീൻ അത് ഇത്ര നീളണം. ഏത്? നോക്കൂ കേട്ടോ. വലദ്ദാല്ലീൻ ഉണ്ടോ? അത്ര നീണ്ടു, അത്ര നീളം വേണം. അപ്പൊ ശ്വാസം കിട്ടാത്തത് കൊണ്ട് ഗൈരിൽ മഗ്ദൂബി അലൈഹിം എന്നും പറഞ്ഞു നിർത്തുക. ഇൻഷാ അല്ലാഹ് കുറച്ചൊക്കെ കഴിയുമ്പോഴേക്ക് ശ്വാസമൊക്കെ കിട്ടും. 1-ാം ക്ലാസ്സിൽ എത്തുമ്പോൾ എന്താണെങ്കിലും കിട്ടും നിങ്ങൾക്ക്. ഓക്കെ, അപ്പൊ നമുക്കത് ചേർത്തി ഓതാം. അപ്പൊ ഇന്ന് ഓതിയ ഭാഗം ഒന്നുകൂടെ നിങ്ങൾ ശരിക്കും മുസ്ഹഫിലേക്ക് നോക്കിയിരിക്കൂലേ? ഉസ്താദ് ഒന്നുകൂടെ ഓതി തരട്ടെ. നോക്കണേ, വിരൽ വെക്കണേ, വിരൽ വെക്കണം. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. ആമീൻ പറഞ്ഞേ. ആമീൻ. ഉസ്താദിന്റെ കൂടെ ഞാൻ എങ്ങനെ പറഞ്ഞേ? ഉസ്താദ് എങ്ങനെ പറഞ്ഞേ? കുറച്ച് മീൻ ഒരു ഇത്ര നീളണ്ടല്ലേ? ആമീൻ. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. നമുക്ക് നന്നായിട്ട് നല്ല ഭംഗിയിൽ സൂറത്തുൽ ഫാത്തിഹയും മറ്റ് സൂറത്തുകളും ഖുർആനൊക്കെ ഓതാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പൊന്നുമക്കളെ, 1-ാം ക്ലാസ്സിൽ നിന്ന് നമ്മൾ പഠിച്ച സൂറത്തുൽ ഫാത്തിഹ 2-ാം ക്ലാസ്സിലെത്തിയപ്പോൾ ഖുർആനിൽ ശരിക്കും നോക്കി എല്ലാ കലിമത്തും എല്ലാ വേർഡ്സും ശരിക്കും നോക്കി ഓതാൻ നമ്മൾ
പഠിച്ചു. ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും അടുത്ത ദിവസം പുതിയ സൂറത്ത് പഠിക്കാൻ ഒരുങ്ങി വരണം. ഇൻഷാ അല്ലാഹ്. ഈ സൂറത്തോ ഉസ്താദുമാർക്ക് നിങ്ങൾ നല്ല വൃത്തിയായിട്ട് ഓതിയിട്ട് അയച്ചു കൊടുക്കണം. ചെയ്യൂലേ? ഇൻഷാ അല്ലാഹ്. എന്നാൽ ഇന്ന് നിർത്തല്ലേ? തൽക്കാലം നിർത്തല്ലേ? ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ റസൂലല്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ ഹബീബല്ലാഹ്. توسلنا ببسم الله وبالهادي رسول الله وكل مجاهد لله وأهل البدر يا الله. إلهي سلم الأمة من الآفات والنقمة ومن هم ومن غمة بأهل البدر يا الله. صلاة الله سلام الله عليك يا رسول الله.